കൊറിയൻ റിലീസിന് പോകുന്ന മാർക്കോ സിനിമ വമ്പൻ ഓപ്പണിംഗ് ആണ് സിനിമയ്ക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കൊറിയൻ റിലീസിനായിട്ട് ലാസ്റ്റ് പോയത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബാഹുബലി എന്ന സിനിമയാണ്. അതിനുശേഷം മാർക്കോ സിനിമയാണ് കൊറിയൻ റിലീസിനായിട്ട് പോകുന്നത്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൊറിയൻ ബോക്സ് ഓഫീസിനായിട്ട്. നിലവിലെ ഇന്ന് ഇന്ത്യയിലെ പല ഇടങ്ങളിലായിട്ട് മാർക്കോ സിനിമയുടെ ഹിന്ദി വേർഷൻസ് പല ഇടങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് 3000-ലധികം ഷോസ് ആണ് ഇന്ന് സിനിമ നിലവിൽ കാണാൻ സാധിക്കുന്നത് പല ഇടങ്ങളിലായിട്ട്. തമിഴ് സിനിമയായ തെറി എന്ന സിനിമ റീമേക്കായ ബേബി ജോൺ സിനിമയെ റീപ്ലേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് മാർക്കോ സിനിമ ഓടുന്നത് പല ഹിന്ദി തിയേറ്ററുകളിൽ. എന്തായാലും കാത്തിരിക്കും നമുക്ക് വലിയൊരു ബോക്സ് ഓഫീസിനായിട്ട് ഹിന്ദി ഭാഗത്ത് നിന്ന്. എന്തായാലും ഇന്ന് സിനിമയുടെ പല ഇടങ്ങളിലായിട്ട് 100 കോടി പോസ്റ്റർ കാണാൻ സാധിക്കും മാർക്കോ സിനിമേന്റെ. നിലവിലെ സിനിമയുടെ പോസ്റ്റർ ശ്രദ്ധിക്കുകയാണെങ്കിൽ 100 കോടി പോസ്റ്റർ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റർ അടിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമ തേർഡ് വീക്കെൻഡ് കംപ്ലീറ്റ് ആകുമ്പോൾ 100 കോടി പോസ്റ്റർ ഓട്ടോമാറ്റിക്കലി വരും നമുക്ക്. എന്തായാലും സിനിമയുടെ 14 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. ഇതിനെ കുറിച്ച് എല്ലാവരും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് ജനുവരി 3-ാം തീയതിയാണ് സിനിമയുടെ തമിഴ് വേർഷൻ പുറത്തിറങ്ങിയത് മാർക്കോ സിനിമേന്റെ. തമിഴ് ബോക്സ് ഓഫീസ് ഇന്നായിരിക്കും വലിയ രീതിയിൽ കത്തിക്കയറാൻ പോകുന്നത് മാർക്കോ സിനിമയുടെ വിളയാട്ടത്തില്. കാത്തിരിക്കാൻ നല്ല റെസ്പോൺസിനായിട്ട് 14-ാം ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കേരള ബോക്സ് ഓഫീസെ പരിശോധിക്കാം നമുക്ക്. സിനിമയുടെ ഓരോ ദിവസത്തെ കളക്ഷൻ ലക്ഷങ്ങളിലായിട്ട് ചുരുങ്ങി വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല സിനിമയുടെ നിലവിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 37.85 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു 40 കോടി പോസ്റ്ററിനായിട്ട് നമ്മൾ തേർഡ് വീക്കെൻഡ് കംപ്ലീറ്റ് ആവേണ്ടി വരും. അതുപോലെ തന്നെ സിനിമേന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമ ഇന്ത്യ എന്ന് 12.7 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ് ആയിട്ട്. അതുപോലെ തന്നെ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇതേപോലെ ലക്ഷങ്ങളിലായിട്ട് ചുരുങ്ങി വരികയാണ് സിനിമയുടെ ഓരോ ദിവസത്തെ കളക്ഷന്. നിലവിലെ സിനിമയ്ക്ക് 28.65 കോടിയുടെ അടുത്തായിട്ടാണ് ഓവർസീസ് കളക്ഷൻ കാണാൻ സാധിക്കുക അപ്രോക്സിമേറ്റ് ആയിട്ട്. തേർഡ് വീക്കെൻഡ് കംപ്ലീറ്റ് ആകുമ്പോൾ സിനിമയുടെ 30 കോടിയിലോട്ട് എത്താൻ ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമേന്റെ ഓരോ വീക്കെൻഡിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വീക്കെൻഡിൽ ഓൾമോസ്റ്റ് 56 കോടിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. 53 കോടിയുടെ അടുത്തായിട്ട്. സെക്കൻഡ് വീക്കെൻഡ് നോക്കുകയാണെങ്കിൽ 26 കോടിയുടെ അടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു ഡിഫറൻസ് കാണുന്നുണ്ട്. എന്തായാലും സിനിമേന്റെ 14 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 79.55 കോടിയുടെ അടുത്തായിട്ടാണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ. 80 കോടി സിനിമ നേടിയെടുത്തു എന്ന് തന്നെ പറയാൻ സാധിക്കും നമുക്ക് 14 ദിവസം കൊണ്ട്. സിനിമ ലക്ഷങ്ങളിലായിട്ട് ചുരുങ്ങിയ കാരണം മെയിനായിട്ട് സിനിമേന്റെ HD ലീക്കായ ഒരു കാരണം തന്നെ ആയിരിക്കും. നിലവിൽ പല ഇടങ്ങളിലായിട്ട് സിനിമയുടെ ഹിന്ദി വേർഷനും മലയാളം വേർഷനും ലീക്ക് ആയിരിക്കുകയാണ് മാർക്കോ സിനിമയുടെ HD പതിപ്പ്. എന്തായാലും തെലുങ്ക് വേർഷൻ അതുപോലെ തന്നെ തമിഴ് വേർഷൻ അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദി വേർഷനൊക്കെ സിനിമ വലിയ രീതിയിൽ ഒരു ബോക്സ് ഓഫീസ് വിജയം നേടിയെടുക്കുകയാണെങ്കിൽ സിനിമ തേർഡ് വീക്കെൻഡ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മാർക്കോ സിനിമ 100 കോടി പോസ്റ്റർ ഒഫീഷ്യലായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. കാത്തിരിക്കുന്ന ശേഷം നമുക്ക് സിനിമ 100 കോടി പോസ്റ്ററിനായിട്ട്. അത് മാത്രമല്ല സിനിമ കൊറിയൻ റിലീസും പോവുകയാണ്. കൊറിയൻ ബോക്സ് ഓഫീസും വലിയ രീതിയിലൊരു കളക്ഷൻ തന്നെ ആയിരിക്കും 100 കോടി പോസ്റ്ററിലോട്ട്. കാത്തിരിക്കാൻ നമുക്ക് മാർക്കോ എന്ന സിനിമേന്റെ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ. കൂടുതൽ മാർക്കോ സിനിമ കളക്ഷനായിട്ടും മറ്റ് സിനിമ വാർത്തകൾക്കായിട്ടും. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തവരാണ് നിങ്ങളുടെ അഭിപ്രായം ഇൻബോക്സ് ചെയ്യപ്പെടുത്തുക മാർക്കോ എന്ന സിനിമേന്റെ. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് മാർക്കോ സിനിമയുടെ 100 കോടി പോസ്റ്ററിനായിട്ട്.